വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കിഷ്കിന്ധാകാന്ഡം ഇന്ന് കണ്ടു. ഇന്ന് പറഞ്ഞാൽ തിരുവോണ നാളിൽ 5 മണിക്ക്, വൈകിട്ട് 5 മണിക്കാണ് ഞാൻ ഈ സിനിമ കണ്ടത്. കാരണം ഞങ്ങളുടെ ഈ ഭാഗത്ത് ഇന്നാണ് ഈ സിനിമ റിലീസ് ചെയ്തത്, വൈകിട്ട് 5 മണിക്ക്. അപ്പോൾ ആദ്യത്തെ ഷോ തന്നെ ഞാൻ കണ്ടു. പക്ഷേ ഈ സിനിമ നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ ഞാൻ നേരത്തെ തന്നെ ഇത് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്തേനെ. പക്ഷേ ഇന്നാണ് ഇറങ്ങിയത്, അതുകൊണ്ടാണ് റിവ്യൂ വീഡിയോ ചെയ്യാൻ വൈകിയത്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലേക്ക് കടക്കാം. ഈ സിനിമയുടെ ഡയറക്ടർ ഡിൻജിത്ത് ഐതൻ, അതുപോലെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, പിന്നെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഈ 4 കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ബാഹുൽ രമേശാണ്. അതുപോലെ ഈ സിനിമയുടെ മ്യൂസിക് മുജീബ് മജീദാണ്. പ്രൊഡ്യൂസർ ജോബി ജോർജ്. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവർ ആസിഫ് അലി, വിജയരാഘവൻ സാറ്, അപർണ ബാലമുരളി, അശോകൻ, മേജർ രവി, നിഴൽകൽ രവി, നിഷാൻ, ജഗദീഷ്, പിന്നെ മറ്റു താരങ്ങളും. ആദ്യം തന്നെ ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി, സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ് ഇതൊക്കെ ഒറ്റ ആളാണ് ചെയ്തിരിക്കുന്നത്, ബാഹുൽ രമേശ്. ബാഹുൽ രമേശിനോട് എനിക്കൊരു ചോദ്യം. നിങ്ങൾ ഇത്ര കാലം എവിടെയായിരുന്നു ആശാനെ? അറിയാഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങൾ ഇതിനു മുമ്പ് ഇന്നലെ വരെ അതേപോലെ മന്ദാരം തുടങ്ങിയ സിനിമകളുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തതായിട്ട് അറിയാൻ കഴിഞ്ഞു. പക്ഷേ ഇത്ര തുച്ഛമായ സിനിമകളിൽ വർക്ക് ചെയ്യേണ്ട ആളാണോ താങ്കൾ? ഈ സിനിമ നിങ്ങൾ എന്നെ അങ്ങനെ കോരി തരിപ്പിച്ച് കളഞ്ഞു. ആദ്യം തന്നെ ഈ ചാനലിൻ്റെ ഹൃദയപൂർവമായ അഭിനന്ദനങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ കഥ കുത്തിയിരുന്ന് എഴുതിയത്? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഇതിൻ്റെ കഥ, തിരക്കഥ, അതേപോലെ ഓരോ ക്യാരക്ടറുകൾക്കുള്ള ആ ഡയലോഗ് എഴുത്ത് എല്ലാം എങ്ങനെ നിങ്ങൾ സാധിച്ചെടുത്തു, ഒപ്പിച്ചെടുത്തു? അറിയാണ്ട് ചോദിക്കുകയാണ്. സിനിമ കണ്ട് ഞാൻ അന്തം വിട്ടുപോയി. ഗംഭീര സിനിമ. ഈ സിനിമയെക്കുറിച്ച് എനിക്ക് വല്ലാതെ പറയാനൊന്നുമില്ല. ഗംഭീര സിനിമ, എൻ്റെ ഹൃദയത്തെ കവർന്നെടുത്ത സിനിമ. സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ 2 മണിക്കൂറും 5 മിനിറ്റും എങ്ങാണ്ടാണ് ഈ സിനിമയുള്ളത്. സിനിമ കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് പോകുമ്പോൾ കുറച്ച് നേരം കൂടി ഇത് ഉണ്ടായാൽ മതിയായിരുന്നു. ഈ കഥ ഒന്നുകൂടി ഒന്നുകൂടി വലിച്ചു നീട്ടി ചെയ്താൽ മതിയായിരുന്നു. കാരണം നിങ്ങൾക്ക് എന്തായാലും സാധിക്കും. ഇത് കുറച്ച് നേരം കൂടി ഇരുത്താനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. അതുപോലെയുള്ള സ്റ്റോറി, അതുപോലെയുള്ള സ്ക്രീൻ പ്ലേ, അതുപോലെയുള്ള ഡയലോഗ്, ഒന്നും പറയാനില്ല. ബാഹുൽ രമേശ് ഈ സിനിമയുടെ ഒരു യഥാർത്ഥ നായകനാണ്. താങ്കൾക്ക് എൻ്റെ തീരാത്ത അഭിനന്ദനങ്ങളും, അതേപോലെ ഇതുപോലെ ഇനിയും കുറേ സിനിമകൾ താങ്കൾ ചെയ്യണമെന്ന റിക്വസ്റ്റും ഈ വീഡിയോയിലൂടെ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. താങ്കൾ ഈ വീഡിയോ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയി ഈ സിനിമ. താങ്കളുടെ ആ ഒരു ടാലൻറ്റ് പറയാതിരിക്കാൻ വയ്യ, ഒന്നും പറയാനില്ല. ഞാൻ ഈ സിനിമയുടെ പേര് കേട്ടപ്പോൾ കിഷ്കിന്ധ, വാനരന്മാരുടെ സ്ഥലം, കാണ്ഡം, വേര്. അപ്പോൾ ഇതെന്താ കിഷ്കിന്ധാകാന്ഡം, ഇതെന്തായിരിക്കും എന്ന് വിചാരിച്ചു. സിനിമയ്ക്ക് പോയപ്പോഴല്ലേ മനസ്സിലാകുന്നത്. ഇതിൽ കുരങ്ങന്മാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കുരങ്ങന്മാരിൽ ഉൾപ്പെടുത്തി വേറെന്തൊക്കെയോ വന്ന് അവസാനം ഹൃദയത്തെ അങ്ങനെ കുത്തിക്കളഞ്ഞു നിങ്ങൾ, സ്നേഹം കൊണ്ട്. അത് വല്ലാതെ എനിക്ക് ഈ സിനിമ അവിടെ ഞാൻ ഫാമിലി ആയിട്ടാണ് പോയി കണ്ടത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സീനിൽ കരച്ചിൽ വന്നു പോയി. ആ അച്ഛൻ്റെ മകനോടുള്ള ആ സ്നേഹം കാണിക്കുന്ന ആ സീന് ഒന്നും പറയാനില്ല. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവരിൽ ഹൈലൈറ്റായിട്ട് എനിക്ക് പറയാനുള്ളത് വിജയരാഘവൻ സാറ്. നമ്മുടെ എക്കാലത്തെയും മലയാള സിനിമയിലെ അതുല്യ പ്രതിഭയായ അദ്ദേഹത്തിന് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ കൊടുത്ത സമ്മാനമാണ് ഈ സിനിമ. അതേ എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ കരിയറിലെ എക്കാലത്തെയും ഒരു നാഴികക്കല്ലാണ് ഈ സിനിമ എന്നേ ഞാൻ പറയുള്ളൂ. കാരണം അദ്ദേഹം അഭിനയിച്ച ഒരുപാട് മുഖങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വിജയരാഘവൻ സാറ് ഈ സിനിമയെ എങ്ങോട്ടോ കൊണ്ടുപോയി കളഞ്ഞു, വേറെ ലെവലാക്കി കളഞ്ഞു. കാരണം അദ്ദേഹത്തെ തന്നെ എങ്ങനെയാണ് ഈ ബാഹുൽ രമേശും കൂട്ടരും തിരഞ്ഞെടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയിട്ടില്ല. വിജയരാഘവൻ സാർ ഈ സിനിമയെ ഗംഭീരമാക്കിയിട്ടുണ്ട്. ഈ കിഷ്കിന്ധാകാന്ഡത്തിലെ ആ കാണ്ഡം എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ വിജയരാഘവൻ സാറാണ് അഭിനയിച്ചവരിൽ.
പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ പറയുകയാണെങ്കിൽ ബാഹുൽ രമേശും. ഈ വീഡിയോ അവസാനം വരെ കാണുക. റിയൽ ലൈഫുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ഞാൻ അവസാനം പറയാം. എന്തായാലും ഈ സിനിമയെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം. എന്തായാലും അവസാനം വരെ കാണുക. അവസാനം വരെ കാണുമ്പോൾ ഈ വീഡിയോ കാണുന്ന പലരിലും തങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയുണ്ടോ എന്നൊരു ചിന്ത വരും. അതുകൊണ്ട് അവസാനം വരെ കാണുക. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ആസിഫ് അലി. ആസിഫ് അലിക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല കാലമാണ്. എന്ത് ചെയ്താലും അത് നല്ല രീതിയിൽ വരുന്നു. ഇപ്പോൾ അടുത്ത് കുറേ വിമർശനങ്ങളൊക്കെ ഉണ്ടായി. രമേശ് നാരായണൻ ആസിഫ് അലി അവാർഡ് ദാന ചടങ്ങ്, അതേപോലെ ഡൊണേഷൻ കൊടുക്കുമ്പോൾ അദ്ദേഹം ഡൊണേഷൻ കൊടുത്ത രീതി, ഈ മറ്റേ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ എന്ത് ചെയ്താലും അദ്ദേഹത്തിന് പോസിറ്റീവായിട്ട് തന്നെ മാറുന്ന ഒരു കാലമാണ്. അഡിയോസ് അമീഗോ സിനിമ, തലവൻ സിനിമ, അങ്ങനെ അഭിനയിക്കുന്ന കാര്യങ്ങളിലും ശരി, റിയൽ ലൈഫിലും ശരി, ആസിഫ് അലിക്ക് സത്യത്തിൽ ഒരു നല്ല കാലമാണ്. ആസിഫ് അലിക്ക് ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്ന റോളെന്ന് പറയുന്നത് വിജയരാഘവൻ സാറുടെ അത്രയ്ക്കുള്ള റോളായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഈ സിനിമ ആസിഫ് അലിക്ക് പകരം വേറെ ആരെങ്കിലും അഭിനയിപ്പിച്ചാലും, ഇപ്പോൾ ടോവിനോ തോമസോ അങ്ങനെ മറ്റാരെങ്കിലും അഭിനയിപ്പിച്ചാലും അവർ നന്നായിട്ട് തന്നെ ചെയ്യും. പക്ഷേ ആസിഫ് അലി ഇത് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി പ്രേക്ഷകരിൽ കൂടുതൽ എത്തുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ നിഷ്കളങ്കമായ മുഖം വെച്ചുകൊണ്ടുള്ള അഭിനയം, അത് തന്നെ ആ നിഷ്കളങ്കത, ആ മുഖത്ത് അഭിനയിക്കുന്ന സമയത്തുള്ള ആ നിഷ്കളങ്കത, അതുകൊണ്ട് തന്നെ ആസിഫ് അലീനെ തന്നെ ഇതിലെ വിജയരാഘവൻ സാറുടെ മകനായി തിരഞ്ഞെടുത്തത് കറക്റ്റായിട്ടുണ്ട്. ഈ സിനിമയിൽ ആക്ഷൻ രംഗങ്ങൾ, കോമഡി, കുറേ സോങ്സ്, പിന്നെ എന്തൊക്കെയോ വിഷയങ്ങൾ, ഇതൊന്നും തന്നെ ഇല്ല. ഒന്നുമില്ല. ഒരു സോങ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചു, ഓക്കെ, പക്ഷേ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു സിനിമയ്ക്ക് വേണ്ട എന്ന് തെളിയിച്ചിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് കിഷ്കിന്ധാകാന്ഡം. അതായത് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ആ സിനിമ വിജയിക്കൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് കിഷ്കിന്ധാകാന്ഡം. പിന്നെ ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്ന മുജീബ് മജീദ്, താങ്കൾക്കും ഈ ചാനലിൻ്റെ അഭിനന്ദനങ്ങൾ. കാരണം ഈ സിനിമയിൽ ആ ക്യാരക്ടറുകൾക്ക് അനുസരിച്ചുള്ള ഒരു പ്രത്യേക മ്യൂസിക് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ മ്യൂസിക് അവരുടെ ക്യാരക്ടറിനും അതേപോലെ അവരുടെ സ്വഭാവത്തിനും ഈ സിനിമയുടെ കഥയ്ക്കും വളരെയധികം മാച്ചായിട്ടുണ്ട്, അങ്ങനെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. വിജയരാഘവൻ സാറുടെ ആ അഭിനയത്തിൻ്റെ സമയത്തൊക്കെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ മ്യൂസിക്, അവസാനമൊക്കെ ഒന്നുകൂടി ഹൈ പിച്ചിൽ ആ മ്യൂസിക് വരുന്നുണ്ട്. വീണ്ടും വിജയരാഘവൻ സാറ് കുറേ എഴുതിക്കൊണ്ടിരിക്കുന്ന ആ വെള്ള ബനിയനൊക്കെ ഇട്ടിട്ടിരുന്ന്, അപ്പോൾ ആ മ്യൂസിക് ഒന്നുകൂടി സൗണ്ട് കൂട്ടി കാണിക്കുന്നുണ്ട്. അത് ആ ക്യാരക്ടറിന് അങ്ങനെ ലയിച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട് ഈ സിനിമയുടെ മ്യൂസിക് പറഞ്ഞാൽ ഒരു ഭയങ്കര BGM അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ സിനിമ കാണുമ്പോൾ നമുക്കറിയാം ആ ക്യാരക്ടറുകൾക്കും സ്റ്റോറിക്കും തകുന്ന മ്യൂസിക് നന്നായിട്ടുണ്ട്. വിജയരാഘവൻ സാറ് ശരിക്ക് ഒരു സാധാരണ റിയൽ ലൈഫിൽ ഒരു സാധാരണ ക്യാരക്ടറാണല്ലോ. പക്ഷേ ഒരു സാധാരണ ക്യാരക്ടറായി ഇരുന്നിട്ട് ഈ സിനിമയിലെ ക്യാരക്ടർ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ അറിയാം അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ്, സ്വഭാവം എന്താണ്, വ്യക്തിത്വം എന്താണെന്നൊക്കെ അറിയാം. അത് ചെയ്യണമെങ്കിൽ, സാധാരണ ഒരു ക്യാരക്ടറിന് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അതൊരു അതുല്യ പ്രതിഭയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. താങ്കൾ പല സീനുകളും അങ്ങനെ കണ്ണിങ്ങനെ ആക്കിക്കൊണ്ട് ഇങ്ങനെ ആലോചിക്കുന്നതും, ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ പറയുന്നില്ല, താങ്കൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ശരിക്ക് ആ ക്യാരക്ടറായിട്ട് തന്നെ താങ്കൾ മാറിയിരിക്കുകയാണ്. അതിന് താങ്കൾക്ക് എത്ര പറഞ്ഞാലും എനിക്ക് നന്ദി പറഞ്ഞാൽ തീരില്ല. കാരണം എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിജയരാഘവൻ ചേട്ടനെയാണ്. അതിന് താങ്കൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് അച്ഛന് മകനോടുള്ള സ്നേഹം, അതേപോലെ മകനെ എല്ലാ രീതിയിലും താങ്കൾ ഓരോ സീനിലും സംരക്ഷിക്കുന്ന വിധം, അതൊക്കെ ഗംഭീരമായിട്ടുണ്ട്. ഈ സിനിമയുടെ ഓരോ സീനിലും പ്രേക്ഷകനെ ത്രില്ലിങ് കൊണ്ട് നിറയ്ക്കാൻ ഇതിൻ്റെ തിരക്കഥാകൃത്തിനും അതേപോലെ വിജയരാഘവൻ സാർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഈ സിനിമ ശരിക്ക് ഫ്ലാഷ് ബാക്കിൽ പറയുന്ന ഒരു കഥയാണ്. അപ്പോൾ ഫ്ലാഷ് ബാക്കിനെ അവസാനം അതിൻ്റെ മൂർധന്യം എന്താണെന്നുള്ളത് അവസാനം കാണിക്കുന്നുണ്ട്. ആ അവസാനം കാണിക്കുന്ന സമയത്ത് വിജയരാഘവൻ സാറും അതേപോലെ ആസിഫ് അലിയും, മകനായ ആസിഫ് അലിയും സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്.
ആ രംഗം കണ്ടിട്ടാണ് എനിക്ക് ഏറ്റവും അധികം ഈ സിനിമയിൽ അങ്ങനെ കോരിത്തരിച്ചു പോയത്. കാരണം ഏതൊരു പ്രേക്ഷകനും അത് കാണുമ്പോൾ ആ അച്ഛന് മകനോടുള്ള സ്നേഹവും സംരക്ഷണവും, അതേപോലെ തന്നെ ആ മകന് അച്ഛനോടുള്ള സ്നേഹവും അച്ഛൻ്റെ മേലെയുള്ള ആ സംരക്ഷണത്തിലുള്ള വിശ്വാസവും, അത് രണ്ടുപേരും ശരിക്ക് കാണിച്ചിട്ടുണ്ട്. ബാക്കിലൂടെ വന്നിട്ട് മകൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് ആ കണ്ണിൽ നിന്ന് വെള്ളം വരുമ്പോൾ നമ്മുടെ ഉള്ളു കാളുകയാണ്. അങ്ങനെ ഒരു സീനാണത്. എനിക്ക് വല്ലാതെ ഈ സിനിമ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ഇതിലധികം എനിക്ക് പറയാനില്ല. ഒന്നാം തരം സിനിമയാണ്, ഗംഭീര സിനിമയാണ്. ഈ ഓണത്തിൽ ഇറങ്ങിയ സിനിമകളിൽ എന്നോട് വ്യക്തിപരമായി ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ കിഷ്കിന്ധാകാന്ഡം തന്നെയാണ്. അതിൽ അഭിനയിച്ച വിജയരാഘവൻ സാറും ഇതൊക്കെ ചെയ്ത ബാഹുൽ രമേശും മ്യൂസിക് കൊടുത്ത മുജീബ് മജീദും അതേപോലെ ആസിഫ് അലിയും ഈ ഓണം കൊണ്ടുപോയിരിക്കുകയാണ്. ഇറങ്ങിയ സിനിമകളിൽ ഈ ഓണം കൊണ്ടുപോയിരിക്കുന്നവർ ഇവർ തന്നെയാണ്. അതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇനി ഞാൻ വീഡിയോയുടെ ആദ്യം റിയൽ ജീവിതവുമായി ബന്ധപ്പെട്ടുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ. അതെന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ കാണുന്ന പലർക്കും തങ്ങളുടെ റിയൽ ജീവിതത്തിലും ഇതേപോലൊരു സംഭവം ഉണ്ടായിട്ട്, അതായത് തങ്ങളുടേതായ കാരണത്താൽ അല്ലാതെ ഉണ്ടായ ഒരു സംഭവം, അതിനെ അവർ അവസാനം വരെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരവസ്ഥ അത് പല കുടുംബങ്ങളിലും ഉണ്ടായിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഈ സിനിമയിലെ പോലെയല്ല, വേറെ സംഭവങ്ങൾ അവരുടേതായ യാതൊരു കാരണവും അല്ലാതെ സംഭവിച്ച, പക്ഷേ അത് പുറത്തറിഞ്ഞാലോ നാട്ടുകാരുടെ മുമ്പിൽ നാണക്കേട്, അതേപോലെ നാട്ടുകാരുടെ മുമ്പിൽ കെട്ടുകഥകൾ ചമയ്ക്കാനുള്ള സാധ്യത, ഇതുകൊണ്ടൊക്കെ അത് അവർ ഉള്ളിൽ തന്നെ കൊണ്ടു നടക്കാനുള്ള ഒരു ബാധ്യത അവരിലുണ്ടാകുന്നു. പക്ഷേ അവർ അത് ഉള്ളിൽ നടക്കണമെങ്കിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? തീർച്ചയായിട്ടും ദൈവം അത് ഒരു ദിവസം പുറത്ത് കൊണ്ടുവരും, സത്യം പുറത്തു വരും. പക്ഷേ അവരുടെ തെറ്റല്ലാത്തത് കൊണ്ടും അവരുടെ ഉള്ളിലുള്ള ആ സത്യസന്ധത കൊണ്ടും ആ ഒരു സംഭവത്തെ പുറത്തറിയാതെ എന്നേക്കുമായിട്ട് പാരമ്പര്യത്തോളം സൂക്ഷിക്കുന്ന കുടുംബങ്ങളുണ്ടാവും. അത് പുറത്തറിയാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് തെറ്റില്ലാത്തത് കൊണ്ടാണ്. തെറ്റുണ്ടെങ്കിൽ എന്തായാലും അത് പുറത്തു വരും. അപ്പോൾ അങ്ങനെ ഈ സിനിമ കാണുന്ന പ്രേക്ഷകരിൽ പലർക്കും തോന്നാൻ സാധ്യതയുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ക്രൈമിനെ സംബന്ധിച്ച വിഷയങ്ങളല്ല, വളരെ നിസാര കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ കേട്ടറിവുകളാണല്ലോ അതൊക്കെ കെട്ടുകഥകളായിരിക്കാം. പക്ഷേ എന്നാലും ഈ സിനിമ കാണുമ്പോൾ ചിലർക്കൊക്കെ അങ്ങനെ തോന്നാം. കാരണം നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്ന ഓരോ വിഷയങ്ങളുണ്ടല്ലോ, അതൊക്കെ ഈ സിനിമയിൽ പറയുന്ന അവസാനം അത് തെളിയിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അത് റിയലായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. പക്ഷെ നിസാര കാര്യങ്ങളൊക്കെ ഈ നാണക്കേടുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓരോ പ്രേക്ഷകരുടെ വീടുകളിലും ചില വീടുകളിലും ഉണ്ടാകുമെന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ ഈ സിനിമയിലെ പോലെയുള്ള കാര്യങ്ങളും സംഭവിക്കുന്നതുമുണ്ട്. കാരണം പത്രവാർത്തകൾ നമുക്കതൊരു തെളിവാണ്. അപ്പോൾ റിയൽ ജീവിതവുമായിട്ട് ബന്ധമുള്ള ഒരു സിനിമ തന്നെയാണ് കിഷ്കിന്ധാകാന്ഡം. അപ്പോൾ കിഷ്കിന്ധാകാന്ഡം ബാഹുൽ രമേശ് എന്ന അതുല്യ എഴുത്തുകാരനിലൂടെ വിജയരാഘവൻ എന്ന അതുല്യ പ്രതിഭ നമുക്ക് നൽകുന്ന സമ്മാനം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.